കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നനയ്ക്കാത്ത നേരത്ത് ഈ കൊച്ചു ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന എന്താണ്? നമ്മൾ ഏത് കൂട്ടത്തിലാണ്? രണ്ടു തരം കൂട്ടങ്ങളെ കർത്താവ് നമുക്ക് കാണിച്ചു തരികയാണ്. ഹെബ്രായ പുസ്തകം 10-ാം അധ്യായം 39-ാം തിരുവചനം. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം, മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ. രണ്ട് തരത്തിലുള്ള കൂട്ടങ്ങളെ ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ കൂട്ടം പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടമാണ്. രണ്ടാമത്തെ കൂട്ടം എന്താണ്? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടമാണ്. നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിലാണ് എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ചോദ്യമാണ്. നമ്മൾ ഏതിലാണ് ഉൾപ്പെടുന്നത്? പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? പിന്മാറി നശിപ്പിക്കപ്പെട്ടവരുടെ ജീവിതങ്ങള് വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ ജീവിതങ്ങളും വിശുദ്ധ വചനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇത് വിശ്വാസികളായ നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. ഈ വിശുദ്ധ വാരത്തിൽ നമ്മളേറെ ശ്രദ്ധയോടെ കർത്താവിന്റെ നിർമ്മലമായ വചനത്തിന്റെ മുൻപിലിരുന്ന് നമ്മെ തന്നെ നോക്കിക്കാണുവാൻ പരിശ്രമിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 32-ാം വചനത്തിൽ, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ടാ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാണ്, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നിങ്ങൾ ഓർക്കുക. വേറെത്രയോ ഭാര്യമാരെ കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. അബ്രഹാമിന്റെ ഭാര്യയായ സാറ, ഇസഹാക്കിന്റെ ഭാര്യ റെബേക്ക, ബോവാസിന്റെ ഭാര്യയായ റൂത്ത്, അതുപോലെ തന്നെ തോബിത്തിന്റെ ഭാര്യയായ അന്ന, സക്രിയായുടെ ഭാര്യയായ എലിസബത്ത് എന്നുവേണ്ട അനേകം ഭാര്യമാരെ വിശുദ്ധ വചനത്തിൽ കാണാൻ പറ്റും. എന്നാൽ ഇവരെ കുറിച്ചൊന്നും പറയാതെ കർത്താവ് പ്രത്യേകമായിട്ട് പറയാണ്, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. നമ്മളിതിൽ ആദ്യം കാണുന്നത് പിന്മാറി നശിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത് ലോത്തിന്റെ ഭാര്യയാണ്. ലോത്തിന്റെ ഭാര്യ അവിശ്വാസിയായ ഒരു സ്ത്രീ ആയിരുന്നില്ല. നീതിമാനായ ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കാൻ കൃപ ലഭിച്ചവളായിരുന്നു ഈ സ്ത്രീ. എന്നാൽ ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, സഭയുടെ പ്രബോധനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വചനം വായിക്കുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, കുദാശകൾ സ്വീകരിക്കുന്നുണ്ട്, ഇതെല്ലാം വളരെ നല്ല കാര്യമാണ്. എന്നാൽ ലോത്തിന്റെ ഭാര്യയിലൂടെ വിശ്വാസികളായ നമ്മോട് വ്യക്തമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്, നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടും. ഇത് തിരിച്ചറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ ദൂതന്മാരെ ലോത്തിന് അരികിൽ ചെന്നുകൊണ്ട് പറയാണ്, എത്രയും പെട്ടെന്ന് നിന്റെ ഭാര്യയെയും മക്കളെയും കൂട്ടി ഈ നഗരം വിട്ട് പുറത്തു പോവുക, ഇല്ലെങ്കിൽ ഈ പട്ടണത്തോടൊപ്പം നിങ്ങൾ വെന്ത് നശിക്കും. കൃത്യമായ മുന്നറിയിപ്പ് ദൈവമായ കർത്താവ് ലോത്തിന്റെ കുടുംബത്തിന് കൊടുക്കുകയാണ്. ലോത്തിന്റെ ഭാര്യയ്ക്കും ഈ മുന്നറിയിപ്പ് ലഭിച്ചു. എന്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ ഒരിക്കലും അവഗണിച്ച് കളയരുത്. നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ മുന്നറിയിപ്പുകൾ നമ്മൾ ചവിട്ടിക്കളയുമ്പോൾ
വലിയ തകർച്ചയിലായിരിക്കും പലപ്പോഴും നമ്മൾ നിബന്ധിക്കുക. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത്? രണ്ടാമത് ശ്രദ്ധിക്കണം. കർത്താവിന് അവരോട് കരുണ തോന്നി. ദൈവത്തിന്റെ കരുണ ലോത്തിന്റെ ഭാര്യയ്ക്ക് ലഭിക്കുകയാണ്. ദൈവകരുണ അനുഭവിച്ചവളായിരുന്നു ഈ സ്ത്രീ. എന്നാൽ എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ കരുണ ലഭിച്ച ലോത്തിന്റെ ഭാര്യ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയാണ്. നമ്മുടെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തുക. ദൈവ കരുണയുടെ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റെന്തിനേക്കാളും ഉപരി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. ദൈവകരുണ ആവോളം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ കരുണയിൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ, ദൈവകരുണയ്ക്ക് അനുസൃതമായി നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മോട് കരുണ കാണിച്ചാലും നമ്മൾ നഷ്ടപ്പെട്ടവരായി കാണുമെന്ന് ഈ വചനം വ്യക്തമായി മുന്നറിയിപ്പ് തരികയാണ്. രണ്ടാമതായി ദൈവത്തിന്റെ കരുണ ലഭിച്ചു. മൂന്നാമത് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 16-ാം വചനത്തിൽ ദൂതന്മാർ അവരെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് വെളിയിൽ കൊണ്ടുവരികയാണ്. സ്വർഗത്തിന്റെ സ്പർശനം ലഭിച്ചവളാണ്. കർത്താവിന്റെ സ്പർശനം അവൾക്കുണ്ടായി. എത്ര ഉന്നതമായ ദൈവാനുഭവമാണത്! കർത്താവ് അവളെ തൊട്ടു. എന്നാൽ ഈ സ്പർശനം ലഭിച്ചിട്ടും അവൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇവിടെ നമുക്കുള്ള മെസ്സേജ് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പല പ്രാവശ്യവും കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരാണ്. കർത്താവിന്റെ നന്മകൾ പങ്കുപറ്റിയവരാണ്. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളും കർത്താവിന്റെ അഭിഷേകത്തിലും ജീവിക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ലഭിച്ച ദൈവാനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ, കർത്താവ് നമ്മെ സ്പർശിച്ചത് കൊണ്ടോ കർത്താവിൽ നിന്ന് നമ്മൾ സൗഖ്യം നേടിയത് കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല എന്ന് ഈ വചനം വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വർഗം അവളെ തൊട്ടു. കർത്താവിന്റെ കൃത്യമായ സ്പർശനം ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചു. എന്നിട്ടും അവൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയാണ്. നാലാമത് എന്താ സംഭവിച്ചത്? രക്ഷപ്പെടുവാനുള്ള സകല മാർഗങ്ങളും ദൈവമായ കർത്താവ് അവൾക്ക് പറഞ്ഞു കൊടുത്തു. 17-ാം വചനം, ഈ വചനം നമുക്ക് എല്ലാവർക്കും ഒന്ന് ശ്രദ്ധിക്കാം. അവരെ പുറത്തു കൊണ്ടുവിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു, ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക, പിന്തിരിഞ്ഞു നോക്കരുത്, താഴ്വരയിലെങ്ങും തങ്ങുകയും അരുത്, മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും. എത്ര കൃത്യമായിട്ടാണ് രക്ഷപ്പെടുവാനുള്ള മാർഗം ദൈവം പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഇന്ന് തൻ്റെ സഭയിലൂടെ കർത്താവ് നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ട കുദാശകള്, നമുക്ക് ആവശ്യമായ വചനങ്ങള്, നമുക്ക് വേണ്ട പ്രാർത്ഥനകൾ, മറ്റ് ആത്മീയ ശുശ്രൂഷകളെല്ലാം തൻ്റെ സഭയിലൂടെ കർത്താവ് ഇന്ന് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം നമ്മൾ പങ്കുപറ്റുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ കൃത്യതയോടെ ശ്രദ്ധിക്കണം. നമ്മൾ കർത്താവിനോട് ഐക്യപ്പെട്ടുകൊണ്ടാണോ ജീവിക്കുന്നത്? നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ തന്നെയാണോ വ്യാപരിക്കുന്നതെന്ന് നാം ദിവസത്തിൽ പല പ്രാവശ്യം നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. ഇതിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ വരണം. ഇത്രമാത്രം ദൈവിക ഇടപെടലുകൾ ലോത്തിന്റെ ഭാര്യയ്ക്ക് ലഭിച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്? അവൾ ഉപ്പുതൂണായ ചരിത്രമാണ് വേദപുസ്തകം നമുക്ക് നൽകുന്നത്. കർത്താവ് പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. വിശ്വാസികളായി നമുക്ക് ശക്തമായ മുന്നറിയിപ്പാണ് കർത്താവ് ഈ വചനങ്ങളിലൂടെ നൽകുന്നത്. നമ്മൾ രക്ഷപ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്. എനിക്ക് സ്വർഗം ലഭിക്കും, ഞാൻ വലിയ കുഴപ്പമില്ലാതെ വിശ്വാസ യാത്രയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, ഇതെല്ലാം നല്ല കാര്യമാണ്.
എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ കൃത്യതയോടെ പരിശോധിക്കണം. രണ്ടാമത്തെ കൂട്ടം ഏതാണ്? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടമാണ്. അതിന് ഏറ്റവും നല്ല ദൃഷ്ടാന്തം നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം തന്നെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 12 മുതൽ 22 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കണം. എന്തുമാത്രം പരിശോധനകളിലൂടെയാണ് അബ്രഹാം കടന്നുപോയത്. പിന്മാറി പോകുവാൻ 100 കാരണങ്ങൾ അബ്രഹാമിന് വേണമെങ്കിൽ പറയാനുണ്ട്. അത്രമാത്രം പരീക്ഷണങ്ങളിലൂടെ അബ്രഹാം കടന്നുപോയി. ദൈവാശ്രയത്തോട് ബന്ധപ്പെട്ട് അബ്രഹാം പരിശോധിക്കപ്പെട്ടു. വസ്തുവകളോട് ബന്ധത്തിൽ ദൈവം അബ്രഹാമിനെ പരിശോധിച്ചു. സമ്പത്തിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അബ്രഹാമിനെ ഉരച്ചു നോക്കി. വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ പല പരിശോധനകളും. അതിന്റെ അവസാനം ഒരു ഫൈനൽ ടെസ്റ്റ്. തന്റെ ഏക മകനായ ഇസഹാക്കിനെ തന്നെ ദൈവം ചോദിക്കുകയാണ്. ഈ പരിശോധനയിലും അബ്രഹാം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് വിജയം വരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാം അധ്യായം 6-ാമത്തെ വചനം. അബ്രഹാമിന്റെ വിശ്വാസം അവന്റെ ജീവിതത്തിലേക്ക് എന്താ കൊണ്ടുവന്നത്? അവന്റെ വിശ്വാസം അവന് നീതിയായി കണക്കാക്കപ്പെട്ടുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അബ്രഹാം എണ്ണപ്പെടുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ചേർക്കപ്പെടേണ്ടത് ഈ കൂട്ടത്തിലാണ്. യാക്കോബിന്റെ ലേഖനം 2:23 വചനം പറയാണ്, ദൈവത്തിന്റെ സ്നേഹിതനെന്ന് അബ്രഹാം വിളിക്കപ്പെട്ടു. ദൈവം അവനെ മാനിച്ചുയർത്തി. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 44-ാം അധ്യായം 19-20 വചനങ്ങളിൽ പറയാം, സകല ജനതകളുടെയും പൂർവ്വപിതാവായി അബ്രഹാമിനെ പോലെ, മഹത്വത്തിൽ അബ്രഹാമിനെ പോലെ മറ്റാരുമില്ല എന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരണം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വിശുദ്ധ വാരത്തിൽ കർത്താവ് നമുക്ക് തരുന്ന ആലോചന ഇതാണ്. നമ്മൾ ഏത് കൂട്ടത്തിലാണ്? പിന്മാറി നശിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണോ? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണോ? നാം നമ്മോട് തന്നെ ചോദിച്ച് നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്താൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. ഈ വചനങ്ങളിലൂടെ നമ്മുടെ കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.